എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി. നമ്മൾ പ്രതീക്ഷിച്ച് കാണുന്ന ഒരു പടമാണ്. മമ്മൂട്ടി ഇല്ലേ ആള്? മമ്മൂട്ടിയുടെ തന്നെ. അല്ല, പക്ഷേ രണ്ടും കമ്പയർ ചെയ്യുന്നതല്ല, എനിക്ക് മമ്മൂട്ടി ഫാനായിരുന്നു. ഈ രാജ്ബി ഷെട്ടി മമ്മൂക്ക ആ കോംബോ വരുമ്പോൾ രാജ്ബി ഷെട്ടി എത്രത്തോളം പിടിച്ച് നിൽക്കുമെന്ന് എനിക്കൊരു ഡൗട്ടാണ്. കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. എൻ്റർടൈനിങ് ആയിരുന്നു, ഇമ്മേഴ്സീവ് ആയിരുന്നു. നമ്മുടെ ബാസ് ആയിരുന്നാലും എല്ലാം സൗണ്ട് മിക്സിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ത്രില്ലിംഗ് ആയിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ല സിനിമയാണ്. കൊള്ളാം, കണ്ടിരിക്കാം. എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് പടത്തിൽ? ഇഷ്ടപ്പെട്ടത് മ്യൂസിക് ഒന്നും പ്രതീക്ഷിച്ച അത്രയും പോരാ. മറ്റേ പ്രമേഹത്തിൻ്റെ എക്സസൈവറിൻ്റെ വർക്ക് കുറച്ചുകൂടെ നല്ലതായിരുന്നു. പക്ഷെ ഇതിനകത്ത് മറ്റേ നമ്മുടെ രാജ്ബി ഷെട്ടി വരുമ്പോൾ ഉള്ള ഒരു ടൂൺ കൊള്ളാം. കൊള്ളാം, സൂപ്പർ കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിലെ ഒരു? പടത്തിൽ മേക്കിങ്, അതുപോലെ തന്നെ ഫൈറ്റ്, പിന്നെ ഓവറോൾ എല്ലാ ആർട്ടിസ്റ്റും നല്ലപോലെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഓവറോൾ പടം സൂപ്പറാണ്. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു പടം വരുമ്പോൾ തന്നെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, ആ ക്വാളിറ്റി പീസ് നല്ലപോലെ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അബ്സല്യൂട്ട്ലി മമ്മൂക്കാണേലും ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പർ പടം. എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ? എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സൂപ്പർ, ഒരു രക്ഷയില്ല. സുഷിൻ ഷാമിൻ്റെ അസിസ്റ്റൻ്റാണ്, ശിഷ്യനാണ് ക്രിസ്റ്റോ സേവ്യർ. അദ്ദേഹം അബ്സല്യൂട്ട്ലി നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി പടം, നല്ല കിടിലം പടം. എന്തായാലും ഒന്ന് കണ്ടേക്കാരൻ. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ്? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി. നമ്മൾ പ്രതീക്ഷിച്ച് കാണുന്ന ഒരു പടമാണ്. അടിപൊളിയാണ്ടല്ലോ. എങ്ങനെയുണ്ട് മമ്മൂക്ക? നല്ല മാസമാണ് മമ്മൂക്ക, പൊളി. എങ്ങനെ അടിപൊളി, എല്ലാവരും അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. എങ്ങനെയുണ്ട്? സൂപ്പർ പടം. എന്താണ് ഇഷ്ടപ്പെട്ട എടുത്തെന്താ? കുഴപ്പമില്ല. മമ്മൂണ്ട് എന്താണ് ഇഷ്ടപ്പെട്ടെന്തുവാ? എല്ലാം ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി ഇല്ലേ ആള്? നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്തുവാ പടത്തില്? ടിപ്പിക്കൽ മാസ് പടം. കൊള്ളാം. എങ്ങനെയുണ്ട്? എന്താണ് എടുത്തു പറയാനുള്ള എന്താ പടത്തില്? സെക്കൻഡ് ഹാഫ് മാസം മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്ക സീൻ ഒരു കൊള്ളായിരുന്നു, നല്ല പൊളിയായിരുന്നു. ഫൈറ്റ് സീൻസും പൊളിയാണ്, പിന്നെ BGM നന്നായിട്ടുണ്ട്, പിന്നെ എൻഡിങ്ങും കൊള്ളാം. ഇനി അടുത്ത സീക്വലും വരുന്നുണ്ട്, അപ്പോൾ എല്ലാം കൊള്ളാം. നായകനും വില്ലനും എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം പൊളിയാണ്. BGM സിനിമ മമ്മൂട്ടിയുടെ തന്നെ. അല്ല, പക്ഷേ രണ്ടും കമ്പയർ ചെയ്യുന്നതല്ല, എനിക്ക് മമ്മൂട്ടി ഫാനായിരുന്നു. എങ്ങനെയുണ്ട് ഈ ഒരു പ്രായത്തിൽ? 73 വയസ്സാകുമ്പോഴാണ് പുള്ളിക്കാരൻ ഇപ്പോഴൊരു എനർജി ലെവലിൽ ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ? അത് നമ്മളത് പറയാൻ ആളല്ല. സോ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ലൈക്ക് ടോട്ടൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത്തെ മാസ് മസാല അടിപൊളി അല്ലേ? അടിപൊളി. നമ്മൾ ഈ കുറെ റിയലിസ്റ്റിക്കും ഇതൊക്കെ കണ്ട് ഇങ്ങനെ അതെ. അപ്പം ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പം എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. കുറെ നാളെ ഭീഷ്മ പർവ്വമായിരുന്നു ലാസ്റ്റ്. അതും ഇത്രയും ഇടിയില്ല. ഇത് ഈ ഓവർ ലോജിക്കും കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാതെ നമുക്ക് എന്താ പറയുക, ഒരു 2-2.5 മണിക്കൂർ നല്ല എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റിയൊരു സിനിമ. അതായത് എന്താ പറയുക, സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ കിടക്കുമ്പോൾ പിന്നെ ഫൈറ്റാണ് ഫുള്ള്. ആക്ച്വലി ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ രാജ്ബി ഷെട്ടി മമ്മൂക്ക ആ കോംബോ വരുമ്പോൾ രാജ്ബി ഷെട്ടി എത്രത്തോളം പിടിച്ച് നിൽക്കുമെന്ന് എനിക്കൊരു ഡൗട്ടാണ്. പക്ഷേ പുള്ളി അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടലി കൊള്ളാം, മമ്മൂക്കയും കൊള്ളാം, രാജ്ബി ഷെട്ടി കൊള്ളാം, പിന്നെ ബിന്ദു പണിക്കരും കൊള്ളാം. ബിന്ദു പണിക്കരുടെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഔട്ടായിട്ടുണ്ട്. നല്ല പടമാണ്. മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലൊരു 2-3 സീക്വൻസുകൾ എനിക്ക് ഫൈറ്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ പുലിമുരുകനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു അറ്റംപ്റ്റാണ്, ഇത് വേറൊരു ഡിഫറൻ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കാതെ നമുക്ക് എന്താ പറയുക 2-2.5 മണിക്കൂർ നല്ല എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. ആക്ഷൻ പടമാണ്, കുറച്ച് കോമഡീസും ഉണ്ട്. പിന്നെ എന്താ പറയുക, നല്ല കളക്ഷൻ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ കളക്ഷൻ ഭയങ്കരമായിട്ട് ഈ പടത്തിനാണെന്ന് ഈ വർഷം കേട്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 100 crore അടിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ആക്ഷൻ പടമാണ്, നമുക്ക് അങ്ങനെ എൻഗേജിങ് ആയിട്ട് കാണാം. ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കാതെ നമുക്ക് എന്താ പറയുക, ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റിയൊരു സാധനമാണ്. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഇരുന്ന് കാണാം.